വേദിയിൽ പാട്ടിന്റെ പാലാഴി തീർക്കാൻ നമ്മുടെ കുട്ടി താരങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. റെഡിയല്ലേ? ഒരുങ്ങി കഴിഞ്ഞോ? അപ്പൊ തുടങ്ങട്ടെ. യെസ്, ദിസ് ഈസ് മൈജി സൂപ്പർ സ്റ്റാർ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം അല്ലേ? അപ്പൊ ഞങ്ങൾ കുട്ടികളെ റെഡിയാണ്, ഓർക്കസ്ട്ര ചേട്ടന്മാർ റെഡിയാണ്, ഞാനും റെഡിയാണ്. അപ്പൊ ഇനി ആരാ വരാനുള്ളേ? ജഡ്ജസ്. അവരില്ലാണ്ട് എന്ത് കളിയല്ലേ? അപ്പൊ നമുക്ക് അവരെ വിളിച്ചാലോ? സോ ദിസ് ഈസ് മൈജി സൂപ്പർ സ്റ്റാർ. വെൽക്കം നമ്മളുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഷാനിക, ഹരിച്ചേട്ടൻ ആൻഡ് സൈനോര ചേച്ചി. നമ്മളൊക്കെ പച്ച, ഷാനിക മാത്രം വേറെ കളർ. അവൻ ഹൃദയം കൊണ്ട് പച്ച. അല്ല ചേച്ചി, ഹീറോ ആവാന്ന് ഉദ്ദേശിച്ചിരിക്കും. മനപ്പുറം അന്വേഷിച്ചിട്ടുണ്ട്. സൈനോര ഏത് കളറാ, ഹരി ഏത് കളറാ, പാർവതി ഏത് കളറാ, ഞാൻ വേറെ കളർ ഇടുന്നു, മനപ്പുറം ഇട്ട് വന്ന പോലെ ഉണ്ട്. അല്ലല്ല, ഇത് ആക്ച്വലി പ്ലാൻ ചെയ്തത് സായാണ്. കാരണം നമ്മൾ രണ്ടുപേരുടെയും കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആവണം. ഈ കളറുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റി എന്താ നിങ്ങൾ പറയാത്ത? ഞാൻ അങ്ങോട്ട് പറയുമ്പോ തിരിച്ച് ഇങ്ങോട്ട് പറയണ്ടേ? ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ട ഡ്രസ്സിൽ എന്ത് പറയാനാ? എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ഇട്ടിട്ട് വന്നാ പറയാനുണ്ട്. സുന്ദരിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മിനിഞ്ഞാന്നിട്ട ഡ്രസ്സാ, ഞങ്ങളിത് കണ്ടു മടുത്തു. ഇല്ല ചേച്ചി, ഡ്രസ്സുകൾ അങ്ങനെ മാറി മാറി ഇടുന്നത് വളരെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി മോനെ സപ്പോർട്ട് ചെയ്യാൻ. ചേച്ചി പറ, ഷാനിക്ക ഡ്രസ് എങ്ങനെയുണ്ട്? അത് മറ്റേ നെയിൽ പൊരിച്ചിട്ടുള്ള ഷേവാണി ഇട്ട പോലെ ഉണ്ട്. മാസാവാന്ന് വിചാരിച്ചാ നടന്നില്ല. അപ്പോ നമ്മുടെ ഓണക്കാലം വന്നത് കൊണ്ടാണോ ഈ വൈബിലെ ഇപ്പോഴേ പോന്നേക്കാം എന്ന് വിചാരിച്ചത്? കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഓണത്തിന് ഇപ്പൊ സ്കൂൾ വെക്കേഷൻ തുടങ്ങുമ്പോൾ ഒരു 10 ദിവസം ഉണ്ടാവുമല്ലോ വെക്കേഷൻ. അപ്പൊ ആ ഒന്നാമത്തെ ദിവസം തൊട്ട് നമ്മൾ ആഘോഷങ്ങൾ തുടങ്ങുകയല്ലേ. അത്തം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആ ഒരു വൈബിലേക്ക് വൈബിലാണ്. ആ വൈബിൽ തന്നെ നമുക്ക് പോവാല്ലേ? തീർച്ചയായും. പക്ഷെ ഇത് വെറും ഓണമല്ല ഷാനിക്ക. എന്നോട് ഇവിടുന്ന് പറഞ്ഞെന്താന്നറിയോ? This is Superstar മൈജി ഓണം മാസ് ഓണം. ഓക്കെ, അപ്പോ നിങ്ങൾ സീറ്റിൽ പോയിരുന്നോളൂ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ സീറ്റിൽ എന്നിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാല്ലേ? തുടങ്ങിയാലോ? അപ്പോ സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവാണ്. വിളിക്കട്ടെ? ഷാനിക്ക വിളിക്കട്ടെ? പാലക്കാട് നിന്ന് വരുന്നു നമ്മളുടെ സ്വന്തം തീർത്ഥക്കുട്ടി. ചേച്ചി, ഇതാണ് തീർത്ഥ. ഹായ് തീർത്ഥ. ഹായ്. പാലക്കാടൻ ചുരങ്ങൾ താണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പോയറ്റിക്സ് ആയിട്ട് ഞാൻ പുറത്തെടുത്തത്. സൂപ്പർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നേ? ഞാൻ സ്വരകന്യകമാർ. ഇന്ന് സിഗ്നേച്ചർ റൗണ്ടല്ലേ? ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. പാടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേടാ. ചോദിക്കാം. ഹരിച്ചേട്ടാ. തീർത്ഥക്കുട്ടി ഓ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി യുവർ വോയിസ്, ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ഉണ്ട്. സ്വീറ്റ് ആയിരുന്നു മൊത്തത്തിൽ ആ സോങ് കേൾക്കാൻ. ഓൾറെഡി ചിത്രമായി അത്രയും പാടി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പം അത് പാടി ഒപ്പിക്കാനും പാടാണ്. അതിൻ്റെ എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചിത്രമായി പാടുന്നത്. അപ്പം അത് മോള് ഒരുവിധം എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പാടി മൊത്തത്തിൽ കേട്ടോ. പിന്നെ ഞാൻ ആകെ അത് ഒരെണ്ണം മിസ്സായി അല്ലേ? എനിക്ക് സംഭവിക്കാറുള്ളതാണ് എല്ലാവർക്കും. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഞാൻ ആകെ എഴുതിയത് ഇതിൽ ആ സ്വരം മാത്രം ഒന്ന് പാടാവും. അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ഈ ടോപ്പ് പോർഷനിൽ പോകുമ്പോൾ കുറച്ചൊന്ന് മൈക്ക് കൺട്രോൾ ചെയ്യണം. മപനിസ. അത് കഴിഞ്ഞിട്ട് ഗാരി ഭയങ്കര ലൗഡല്ലേ, അപ്പൊ ഒന്ന് അങ്ങനെ ഒന്ന് പാടി നോക്കിയേ. നീധസ. ഓക്കെ, നേരത്തെ നീ പസ എന്നാണോ പാടിയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാനത് നോട്ട് വേറെ ആണല്ലോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പാടി മോള്. നേരത്തെ പെർഫോം ചെയ്ത സമയത്ത് നീ പസ എന്തോ ആണ് പാടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ തെറ്റാണോ എന്നുള്ളത് ഞാനിങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ബട്ട് നൈസ് പെർഫോമൻസ്, വെരി നൈസ് പെർഫോമൻസ്. കീപ് ഗോയിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക.
സായ പറയട്ടെ, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ ഇപ്പൊ പറഞ്ഞാലേ അല്ല, എനിക്ക് അവളോട് എനിക്കൊരു കാര്യം അറിയാനുണ്ടോ അവളോട്? എന്തിനാത് അതല്ലേ ലാസ്റ്റ് പറയാം. എന്ത് കഷ്ടം. എങ്ങനെയായോ അതെന്താ അതെന്താ? അയ്യോ എനിക്കിപ്പോ പറഞ്ഞാല് അതെന്താ എനിക്കിപ്പം അത് പറഞ്ഞാല്? സായായിരുന്നു ആ സീനിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. അനക്കെന്താ? അനക്കെന്താ ഈ വീട്ടിൽ കട്ടിലൊക്കെ പറഞ്ഞു തരാം. കട്ടിലെന്തായാലും പറഞ്ഞേരാ, അത് ഉറപ്പാണ്. സായി ചേച്ചി. തീർത്ഥ ഓ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പാടി. ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. താങ്ക് യു മാം. അത് തെറ്റിച്ചത് ഓക്കെ, നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം. പക്ഷെ നമ്മളെല്ലാരും ചിലപ്പോൾ അവിടെ പാനിക് അടിച്ചേനെ, തെറ്റിയിട്ട് നമ്മളിനിപ്പോ പാടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നേനെ. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് വേണ്ടത്, പ്രസൻസ് ഓഫ് മൈൻഡ്. പോയാലും ഉണ്ടല്ലോ, അത് വിടാൻ പാടില്ല. നമുക്ക് ഒരു മിനിറ്റ് ഒന്നും കൂടി എടുക്കാം, അങ്ങനത്തെ ഒരു സാധനം ഇല്ലാണ്ട് ഷീ ആക്ച്വലി യുനോ മുന്നോട്ടേക്ക് പോയി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് തോന്നി, എനിക്ക് അറിയില്ല കേട്ടോ, എനിക്കിത് അങ്ങനെ തെറ്റിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഗോൾഡൻ മൊമെന്റ് ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അതെ. തോന്നിട്ടോ, അത്ര ബ്യൂട്ടിഫുള്ളി പാടി. ബ്യൂട്ടിഫുൾ റെൻഡറിങ് ആയിരുന്നു. തീർത്ത പാടിയ അനായാസേന പാടിയ ന്യൂവൻസസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചെറിയ ചെറിയ ഗമകങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. വെരി ലൈക്ക് വേ ടു ഗോ മാൻ, റിയലി ബ്യൂട്ടിഫുൾ. തീർത്ഥ, ആ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് മോളെ. താങ്ക് യു സർ. പ്രാവശ്യം നമുക്ക് ആ ലൈൻ പോയി, പക്ഷെ ആക്ച്വലി ലൈൻ പോയത് മോൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. മോളവിടെ നിന്ന് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ടഡ്. താങ്ക് യു സർ. അത് മോളത് ചെയ്തു, ഗ്രേസ്ഫുള്ളി ചെയ്തു എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും ഒരു കാര്യം ചോദിക്കട്ടെ, തീർച്ചയായിട്ടും ഈ പാട്ടിൻ്റെ ഈ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പം ഈ ഒരു പാട്ടാണ് തീർത്ഥ പാടാൻ പോകുന്നേ എന്നറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് എന്താ പാട്ട് കുറേ പ്രാവശ്യം കേൾക്കും, ആ പിന്നെ ലിറിക്സ് എഴുതിയെടുക്കും പാട്ട് വെച്ചിട്ട്. ലിറിക്സ് എഴുതിയെടുക്കും. ആ വെരി ഗുഡ്. വെരി നൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സംഗതിയായിട്ട് പഠിക്കാൻ തുടങ്ങും. പല്ലവി കേട്ട് അനുപല്ലവി അങ്ങനെ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടോ? എഴുതിയാണോ എടുക്കണേ അതോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റേ ചില ആളുകൾ ചിരിക്കുന്നുണ്ട്. മോളെ വൈക, എന്താണ് പ്രോസസ്? ഇതന്നെയാണ് സ്ക്രീൻഷോട്ട് നോക്കി പാടുക, ഇതാണോ? ഫ്ലിപ്പാണോ? അതും ഇല്ലേ? അത് തന്നെയാണ്. ആ, അടുത്ത തവണ തൊട്ട് നമ്മൾ ശിക്ഷയാണ് കേട്ടോ. അടുത്ത തവണ തൊട്ട് നിങ്ങൾ പാടാൻ പോകുന്ന പാട്ടുകൾ ഏതാണെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് കൊണ്ടുവരണം. അത് കലക്കി. സൂപ്പർ. നല്ല ഒരു തീരുമാനം. സ്വന്തം എഴുതണം, അച്ഛനും അമ്മയും എഴുതി തരുന്ന പരിപാടി അല്ലയോ? കൈയക്ഷരം ഞങ്ങൾ ആ, ഇത് ഇനി അങ്ങോട്ടേക്ക് ഇപ്പം 2 പാട്ട് പാടിക്കഴിഞ്ഞില്ലേ? അതെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ ഭാവിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ മോളെ, ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സർ. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു സർ. വോയിസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര രസം കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. തീർത്ഥക്കുട്ടി, സോ പ്രൗഡ് ഓഫ് യു. അപ്പൊ നെക്സ്റ്റ് ടൈം പാട്ട് എഴുതി കൊണ്ടുവന്നോ, കേട്ടില്ല? ഓക്കേടാ, ബൈ. സൂപ്പർ സ്റ്റാറിന്റെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയെ കാത്തിരിക്കുന്നത് ജി-ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സമ്മാനം ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സമ്മാനം ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. 5ാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അപ്പൊ എന്തായാലും അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് ഇനി പോയാലോ നമുക്ക്? ഓക്കെ, അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് അടുത്തതായി പാടാൻ എത്തുന്നു ഗൗതം. ഗൗതു, എന്തോ ഏത് സോങ്ങാ? ഇളവന്നൂർ മഠത്തിലെ ഈണക്കുയിലേ. എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. കേൾക്കാം, നേരെ കേൾക്കാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇളവന്നൂർ മഠത്തിലെ ഈണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഈണക്കുയിലേ.
ചോദിക്കാം അല്ലേ നമുക്ക്? ഷാനിക്ക തന്നെ പറ. എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഗൗതം പാടുമ്പോൾ ഗൗതത്തിൻ്റെ വേർഡ്സ് വരുന്നതൊക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ വേർഡ്സും വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ലിറിക്കലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പം ആ ലിറിക്കൊക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തത്, എല്ലാ വരികളുടെയും എൻഡ് സസ്റ്റെയിൻസ് ഉണ്ടല്ലോ, അത് ഗൗതം ഒറ്റയടിക്കാണ് കട്ടയാണ്. അതിനൊരു കുറച്ചുകൂടി ഒരു ടെയിൽ, കുറച്ചുകൂടി ഒരു സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെയ്ഡ് ഔട്ട് പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതുപോലെ സസ്റ്റെയിൻസിന് കുറച്ചുകൂടെ നീളമുണ്ടെങ്കിൽ നന്നായിരുന്നു. ഐ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ. ഞാൻ നോക്കുമ്പോൾ ഗൗതം അവിടെ എവിടെയോ നോക്കിയിട്ടാ പാടണം. അവിടെ ആരെങ്കിലും ഉണ്ടോടാ? ആരുമില്ലല്ലോ. അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ വി വിൽ ഫീൽ ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ്. ഈ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. പ്ലസ് എന്ന് പറയുന്നത് നന്നായിട്ട് പാടി, യെസ് ഡെഫിനറ്റ്ലി. എനിക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്തു. പിന്നെ ഐ കോണ്ടാക്ട്, പിന്നെ സസ്റ്റെയിൻഡ് ടെയിൽ, ഇത് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ കേട്ടോ. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ഗൗതം നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഞാൻ എഴുതി വെച്ചത് ആകെ സ്ട്രെയിൻ എന്നുള്ള ഇതാണ്. അപ്പം അത് എന്ത് പറ്റി, ഓവർ പ്രാക്ടീസ് ചെയ്തോ? ഇല്ല, ഒരുപാട് ഒരുപാട് കെയറും ചെയ്യണ്ട. ഇതിൻ്റെ ഒരു ബാലൻസ് വേണം ഇതിന്. നമ്മൾ ഓവർ കെയർ ചെയ്താലും പ്രശ്നമാണ്. ഇതിൽ എനിക്ക് ചില സംഗതീസ് അനുപല്ലവി ഒന്ന് പാടിക്കേ. കളിവെള്ളം കെട്ടിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ. നെക്സ്റ്റ് ലൈൻ. കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചില്ലേ. പാടുന്നൊക്കെ ഉണ്ട്. സ്ട്രെയിനിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. തള്ളിയിട്ട് നല്ല പുഷ് ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഒരു എക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അത് മോന് നെക്സ്റ്റ് റൗണ്ടിൽ, ഇനിയിപ്പോൾ വരുന്ന റൗണ്ട്സ് ഒക്കെ നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. സായി ചേച്ചി. അയ്യോ ഗൗതം ഭയങ്കര പേടിച്ചിട്ട് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഗൗതമിന് ഇപ്പം വോയിസ് ചേഞ്ചിങ് നടക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു ഫേസ് ആണ്. ഇപ്പം ആ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ വോയിസ് നിന്ന് മാറി യു ആർ ഗെറ്റിംഗ് ഇൻ ടു ആർ യുനോ ന്യൂ സോൺ. പക്ഷെ മോൻ അസലായിട്ട് പാടി, നല്ല ഫീലോട് കൂടി പാടി. താങ്ക് യു. പിന്നെ വേണമെങ്കിൽ ഈ പിച്ച് ഷിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കെയിലോട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത്, ഇപ്പോൾ ലോവർ നോട്ട്സ് ഓഡിബിൾ ആവുന്നില്ല എങ്കിൽ മേ ബി ഒരു സെമി ടോൺ, ഒരു ചെറുങ്ങനെ ഒന്ന് ഹൈ ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പാടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഫേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ഇതാണ് ആക്ച്വലി ഒരു എവല്യൂഷൻ്റെ ഒരു ഫേസ് ആണിത്. ഗൗതം അടിപൊളി ഒരു സിംഗറാണ്. യു ക്യാൻ ആക്ച്വലി റിയലി ഡു ഗ്രേറ്റ് കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഗൗതു, ഇപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കാം അല്ലേ? ഓക്കെ, അപ്പോ ഇത്തവണ പോയി കറക്ഷൻസ് ഒക്കെ ശരിയാക്കി നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ അടുത്തതായി പാടാൻ എത്തുന്നു ദിയ. ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ഞാനിന്ന് ഗോൾഡൻ മെലഡീസിലെ കല്യാണപ്രായത്തിൽ പെണ്ണും വിളിച്ചുണ്ട്. നൈസ്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ? കൂടെ വന്നേ പോ ആകിളി ചൂടു തന്നേ പോ. ദിയക്കുട്ടാ, എന്തോ സൂപ്പർ, താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാരും ഒന്നിങ്ങനെ ഇരുന്നപ്പോ ഒരു എനർജറ്റിക് പാട്ടാക്കി വന്ന് ഇവിടെ ഫുൾ ഓൺ ആക്കി കളഞ്ഞ്.
ഷാനിക്ക, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ. പറ. ഐ കോണ്ടാക്ട് അതുണ്ടായിരുന്നു ദിയക്കുട്ടന്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ. ആ ഞാൻ ദിയോട് ദിയ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ദിയോട് ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു. എനിക്കൊന്ന് BG ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെയാണോ? ഇങ്ങനെ ചിരിക്കുന്നു പറഞ്ഞേ. അപ്പൊ ദിയ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ഇതാണ് ദിയയുടെ എക്സ്പ്രഷൻ. അതിന്റെ ഇടയിൽ ദിയ എന്നെ നോക്കിട്ട് എന്നിട്ട് ശരി ഒറ്റ പോക്ക് ആ പറഞ്ഞ ഒരു 2 സെക്കൻഡ് അവള് ചിരിച്ചു. തന്നു. പാവം അവിടെ ടെൻഷൻ അടിച്ചിട്ട് പെർഫോം ചെയ്യുന്നതിന്റെ അവസ്ഥ മുമ്പർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. ചോദിക്കും അടിപൊളിയാണ്. സായി ചേച്ചി. ദിയ, എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഇത്രയും സമയം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ടിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഈ സോങ്. ഈ പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലൈക്ക് എ ഫ്രഷ് ബ്രെത്ത് ഓഫ് എയർ ഫോർ ഓൾ ഓഫ് us. അതെ 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 ഉദ്ദേശിച്ചത് ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. അത് ഫ്രഷും ബ്രെത്തും ഒക്കെ അങ്ങോട്ട് ബ്രെത്ത് ഓഫ് ഫ്രഷ്. ഓ ഷേ, അറിയാവുന്ന ഒരാളെങ്കിലും ഉള്ളത് നന്നായി. ഏതായാലും പിടിച്ചല്ലോ, സന്തോഷം. എനിക്ക് തോന്നിയ ഒരു കാര്യം, ചില വേർഡ്സ് ഇപ്പം കൊണ്ടേ പോ, ചൂട് കൊണ്ടേ പോ, കൊണ്ടേ പോ, പോന്ന് ഒരു എംഫസിസ് കൊടുക്കുന്ന പോലെ തോന്നി. പിന്നെ ചൂടുണ്ടോ, ആ ഓ ഇല്ലേ, ആ ഓ എന്ന് പറയുന്ന വേർഡ്സ് വരുന്ന എല്ലാ സ്ഥലത്തും കുറച്ചൊന്ന് പിടിക്കുന്ന പോലെ എന്തോ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത് പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ പാട്ട് ആക്ച്വലി നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സോങ് ആയിട്ടും ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില്ല് സോങ് ആണെന്നൊക്കെ ആദ്യം പറയുമെങ്കിൽ അങ്ങനെ അല്ല. ഈ പാട്ട് ആക്ച്വലി പാടാൻ ടഫാണ്. പിന്നെ ഇത് ആക്ച്വലി പെർഫോം ചെയ്തുകൊണ്ട് പാടുന്നതും ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നിയത് പെർഫോമൻസ് വൈസ് ആക്ച്വലി ഇങ്ങനൊരു ഇത് കൊണ്ടുവരുന്നതിന് പകരം ചെറിയ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പാട്ടിനെ നമുക്ക് അധികം ഇളക്കം തട്ടാത്ത രീതിയിലുള്ള കുട്ടി കൊറിയോഗ്രാഫിയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഇടണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കൈകൊണ്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിച്ച് ഔട്ട്സ് ഉണ്ട് ചില ഇടങ്ങളിൽ. അത് ഡെഫിനറ്റ്ലി ഇതിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയത്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നന്നായി, നല്ലൊരു സെലക്ഷനാണ് കൊണ്ടുവന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. ഹരിച്ചേട്ടാ. ദിയ, നൈസ് സിംഗിങ്. താങ്ക് യു. എനിക്ക് ആ ഹമ്മിങ് ഭയങ്കര ഇഷ്ടമായി. തുടക്കത്തിലൊരു സംഭവം പാടിയില്ലേ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ത്രൂ ഔട്ട് റഷ് ഉണ്ടായിരുന്നു. കുറച്ച് ചില സ്ഥലത്തുനിന്ന് പോസ് ചെയ്യാൻ തോന്നി. ഇപ്പൊ ഒരു സ്റ്റോപ്പ് വരുന്നില്ല ഇടയ്ക്ക്. അത് കഴിഞ്ഞ് അങ്ങനെ കാട് അവിടെ മാത്രം ഒന്ന് പഠിക്കുക, ആ ഒരു സ്റ്റോപ്പ് ആൻഡ്. മാറിലൊരു പിടി ചൂടുണ്ടോ, ചൂടുണ്ടോ, എല്ലായിടവും അതാണ് ചൂടുണ്ടോ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ചില സ്ഥലത്ത് അത്രയും ധൃതി വെക്കേണ്ട ആവശ്യമില്ല. അവിടെ നിർത്തിയിട്ട് ഇവരൊക്കെ വെയിറ്റ് ചെയ്യും, ഇവർക്ക് ആർക്കും ധൃതിയില്ല. അവിടെ ഒരു പോസ് കൊടുക്കുക. ആ പോസിനൊരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട്. നിർത്തി, കാരണം അത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ചേഞ്ച് വരുന്നൊരു സ്ഥലം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പാടിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു സംഭവം കിട്ടും ആ പാട്ടിൽ കേട്ടോ. താങ്ക് യു. ഇതുപോലത്തെ വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുക, വരിക, പെർഫോം ചെയ്യുക. ഇനി പെർഫോമൻസ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. നമ്മൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ ആഹാ സിമ്പിൾ പാട്ട്, ആർക്കും പാടാം, ചില്ലയാം. പക്ഷെ അതിനകത്തോട്ട് കേറിയ തീർന്നു, അതോടെ തീർന്നു. അതെ, മോള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. നല്ല ശബ്ദമാണ്, നല്ല എക്സ്പ്രസീവ് ആണ്. മോളുടെ വോയിസ് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ഫസ്റ്റ് ഹമ്മിങ് കഴിഞ്ഞിട്ട് ആ പല്ലവിയുടെ ഫസ്റ്റ് ലൈൻ തന്നെ ഓടി. അതെ, കുറച്ച് തിരക്കുണ്ട്, നമുക്ക് കണ്ണൂർക്ക് തിരിച്ചിട്ട് പറയുന്നത് പുറകെ ഓടുകയായിരുന്നു. അതെ, പിന്നെ ആ പാട്ട് ഒരു പ്രോഗ്രസീവ് രീതിയിലാണ്. അതായത് എൻ്റെ ഒക്കെ ആയപ്പോഴേക്കും നന്നായി വന്നു. പിന്നെ അവസാനത്തെ പല്ലവി ആയപ്പോഴേക്കും, എൻ്റെ പല്ലവി ആയപ്പോഴേക്കും കുറച്ചൊന്ന് ത്രോട്ട് ഡ്രൈ ആയെന്ന് തോന്നുന്നു അല്ലേ? അവസാനം ആയപ്പോഴേക്കും ത്രോട്ട് ഒന്ന് ഡ്രൈ ആയി, അത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു സ്ലിപ്പ്. ബാക്കിയൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. താങ്ക് യു. ദിയക്കുട്ടാ, എന്തോ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അപ്പൊ അടുത്തവണ കാണാം. ഓക്കെ, അപ്പൊ നല്ല പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വീണ്ടും വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, ലെറ്റ്സ് വെൽക്കം സാനിധ്യ. ദീപ്തമീ പ്രകാശഗോപുരം
ചുണ്ടരിയുണ്ടല്ലേ, വന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാരും പച്ചയാണല്ലോ എന്ന് ഒരു പറഞ്ഞ് പച്ച മാറ്റി. പച്ചമയം, പച്ചമയം. ഫുൾ പച്ച. ശരിയാണല്ലോ, എന്നെ കോപ്പി അടിച്ചു തന്നു. അതെ. നമ്മള് അതെ, ഞങ്ങൾ അറിഞ്ഞു നീ ഇന്ന് ഈ ഡ്രസ്സാ ഇടുന്നേന്ന്. ഇന്ന് ഏത് റൗണ്ടാ? സിഗ്നേച്ചർ റൗണ്ട്. ഏത് പാട്ടാ? ശ്രുതിയിൽ നിന്ന് വരും. ഓക്കെ, അപ്പൊ കേക്കാം. ഓൾ ദി Ready. ബെസ്റ്റ്. താങ്ക് യു. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ, സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. സാനിധ്യ കുട്ടി എന്തോ അടിപൊളിയായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അവരോട് ചോദിക്കാം. അതെ അതെ ഓക്കെ, കണ്ണൂരിൽ നിന്ന് വന്ന സൈനൂര ചേച്ചിയോട് തന്നെ ആദ്യം ചോദിക്കാല്ലേ? അതെ ശരി. ചേച്ചി അടിപൊളി. സാന്നിധ്യ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. സിംഗിങ് വൈസ് എനിക്ക് ഫീൽ ചെയ്തത് ലാൻഡിങ് നോട്ട്സ് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ. ചില നോട്ട്സ് ഇതായിട്ട് വീണിട്ടില്ല. ഇതിനകത്ത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് കാരലിന്റെ വയലിൻ വായനയാണ്. രക്ഷയില്ലാണ്ട് വായിച്ചു ബ്രോ. കാരൽ ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ഇതിലുള്ള ഒരു മ്യൂസിഷ്യനാണ്. ഒരുപാട് ഇന്റർനാഷണൽ ആൽബംസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പാടിയിട്ടുണ്ട് മൂപ്പരെ കൂടെ. വെരി വെരി ഹാപ്പി കാരൽ ഇവിടെ വന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇത് ഈ ഒരു പോയിന്റും കൂടി ശ്രദ്ധിച്ചാൽ ലാൻഡിങ് നോട്ട്സ് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാം. പിന്നെ എനിക്ക് ബ്രിഡ്ജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ബേസ് സൗണ്ടും എന്താ പറയാ ഹെഡ് വോയിസും ചെസ്റ്റ് വോയിസും തമ്മിലുള്ള ബ്രിഡ്ജിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ടഫാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് സാനിധ്യ. താങ്ക് യു ചേച്ചി. മോൾക്ക് ഈ ടെക്നിക്കൽ ടേംസ് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഹെഡ് വോയിസ്, ചെസ്റ്റ് വോയിസ് എന്നൊക്കെ പറയുമ്പോൾ ഗുഡ്. ഞാനിവിടെ ലാൻഡ് ബ്രിഡ്ജ് അതല്ല, ലാൻഡ് പറയാണ്. ഞാനത് ആലോചിച്ചോണ്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നതല്ലേ ചേച്ചി? നല്ലത്. ഹരിച്ചേട്ടാ. സാന്നിധ്യ എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഈ പാട്ടും ഒരു റെഫറൻസ് വെക്കാവുന്ന ഒരു പാട്ടാണ്. നമുക്കൊക്കെ എല്ലാ സിംഗേഴ്സിനും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പാട്ടാണ്. ദാസാർ ഒരുപക്ഷെ എല്ലാം ഇങ്ങനെ അർപ്പിച്ച് പാടിയൊരു പാട്ടാണ് ശ്രുതിയിൽ നിന്നുയരും അല്ലേ? അപ്പൊ ഞാൻ ചില ടേംസ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ വിഷ്വലും ഇഷ്ടമാണ്. ഇതിന്റെ എല്ലാ എലമെന്റ്സും അടിപൊളിയാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് ശ്രുതിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഈ പാട്ടിന്റെ ബിഗിനിങ്. അപ്പൊ എനിക്ക് ഹമ്മിങ് തൊട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം പാഗരിസനി ഒരു സാധനം ഇല്ലേ, അതൊന്ന് പാടാം. അങ്ങനല്ലേ? അതൊന്ന് വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മെല്ലെ പാടി നോക്കിയേ, ടെമ്പോ കുറച്ചിട്ടൊന്ന് പാടി നോക്കിയേ. ബെറ്ററായി. അത് കഴിഞ്ഞിട്ട് ഒരു സംഗതി കൂടെ ഉണ്ട്. അതൊന്നുകൂടി. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ പാട്ടിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ശ്രുതി ഭയങ്കര ഇവിടെ, ശ്രുതി ചേരണം അവിടെ. ശ്രുതിയിൽ ഒന്ന് പാടിക്കത്. ശ്രുതി ഇപ്പോഴും ശ്രുതി എന്നാ പാടുന്നത്. ശ്രുതിയാണ്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ആ ഭായൊക്കെ പാടുമ്പം മൈക്കൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ മൈക്കിൽ ബ്ലോ വരും. ഭാ എന്ന് പറയുമ്പോ കുറച്ചൊന്ന് ഡിസ്റ്റൻസ്. നാദശലഭങ്ങളെ, ഭാ ഒന്ന് റൗണ്ട് ചെയ്ത് പാടണം. അങ്ങനെ ചില വാക്കുകളുണ്ട്. തിരുമധുരവുമായി അത് പാടിക്കേ. തിരുമധുരവുമായി
തിരുമധുരവും ആ നോട്ട്സ് നീസാനി പഗപ തിരുമധുരവും കേട്ടോ. അങ്ങനത്തെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് കറക്റ്റ് ഹിറ്റ് ചെയ്ത ഭയങ്കര ബ്യൂട്ടിയാണ്. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക സാന്നിധ്യ എന്താ സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. ഇതിന്റെ ടെക്നിക്കൽ വശം മാറ്റി വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സാന്നിധ്യയുടെ ഇൻവോൾവ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇൻ ദ സോങ്. താങ്ക് യു സർ. ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് സാന്നിധ്യ പാടിയത്. അതുപോലെ ഞാൻ ആകെ എഴുതിയത് കുറച്ച് ഈ പറഞ്ഞ സർട്ടൻ പ്ലാൻസ്, നമ്മുടെ ഹമ്മിങ്ങിൽ വന്ന ആ പ്ലാൻ ഡ്രോപ്പ്, പിന്നെ തിരുമധുരവുമായി അത് അനുപല്ലവിയിലും ചരണത്തിലും രണ്ടിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടറിയിട്ടുണ്ട്. അതൊക്കെ ശ്യാം സാറിന്റെ ചില ഐറ്റംസ് ആണ്. അതെ, ശ്യാം സാർ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ എടുക്കുന്ന ഇട്ടോ അങ്ങനെ പാടണ്ട, കുറച്ച് പാട് പക്ഷെ അന്യായ കമ്പോസറാണ്. സൂപ്പർ. ശ്യാം സാറിന്റെ ഒരു വലിയൊരു കയ്യടി നമ്മളിവിടെ നമ്മളെല്ലാവരും ഇവിടെ ഓർക്കുന്നു. സിംഗിങ്ങിന്റെ കാര്യം ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ പ്ലാൻ ഡ്രോപ്പും പിന്നെ ശ്രുതിയോട് ചേർന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പോ കുട്ടാ നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കണം. അതെ, ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം മൈ ജി സൂപ്പർ സ്റ്റാർ.